മിക്കവരും കേൾക്കുന്ന ഒരു പേരാണ് ഗ്രീൻ ടീ. ശരീരഭാരം കുറയ്ക്കുവാനും നമ്മളുടെ ആരോഗ്യം നിലനിർത്തുവാനും ഗ്രീൻ ടീ നല്ലതാണെന്ന് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ചിലർ ഇത് പതിവായി ഉപയോഗിക്കുന്നവരുമായിരിക്കും. ഗ്രീൻ ടീ ആയാലും സാധാരണ ടീ ആയാലും തേയിലയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന ധാരണ പലർക്കും ഉണ്ട്. എന്നാൽ രണ്ടും ഒരേ ചെടിയിൽ നിന്നായിട്ടും എന്തുകൊണ്ടാണ് ഗുണത്തിൽ മാത്രം ഇത്ര വ്യത്യാസം എന്നായിരിക്കും പലർക്കുമുള്ള ഒരു സംശയം. എന്തായാലും എന്താണ് ഗ്രീൻ ടീ എന്നും ഇതിൻ്റെ ഉപയോഗവും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്നും നമുക്ക് നോക്കാം. എന്താണ് ഗ്രീൻ ടീ? നല്ലപോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ചെടിയാണ് തേയില. എന്നാൽ നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന ചായയിൽ ഈ ഗുണങ്ങൾ അധികം ലഭിക്കുന്നില്ല. പക്ഷേ ഗ്രീൻ ടീയിൽ ഈ ഗുണങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അമിതമായി പ്രോസസ്സിംഗ് നടക്കുന്നില്ല എന്നത് തന്നെയാണ്. തേയിലയിൽ നിന്നും ഇലകൾ നുള്ളിയെടുത്ത് അതിനെ ആവി കയറ്റി ഉണക്കി ഈർപ്പം ഒന്ന് വറ്റിച്ച ശേഷം ചെറിയ തരികളോടെ നുറുക്കിയെടുക്കുന്നതാണ് ഗ്രീൻ ടീ. എന്നാൽ സാധാ ടീ നല്ലപോലെ ഓക്സിഡേഷൻ പ്രോസസ്സ് കഴിഞ്ഞാണ് നമ്മളിലേക്ക് എത്തുന്നത്. അതിനാലാണ് അതിന് കറുപ്പ് നിറം ലഭിക്കുന്നതും. ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ. രുചിയിലും നമ്മളുടെ ചായകളിൽ നിന്നും വ്യത്യസ്തമാണ് ഗ്രീൻ ടീ. അതുപോലെ ഗുണത്തിലും മുൻപന്തിയിൽ തന്നെയാണിത്. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ നല്ല തനത് തേയില രുചിയിൽ എത്തുന്ന ഗ്രീൻ ടീ ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ്. ഇത് കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും അതുപോലെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്തുവാനും നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കുവാനും ഗ്രീൻ ടീ നല്ലതാണ്. നിങ്ങൾക്ക് അമിതമായി സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്ത് ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാനും ഗ്രീൻ ടീ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഗ്രീൻ ടീ നൽകിയാൽ ഈ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കുവാനും പഠനത്തിൽ ഓർമ്മശക്തി നിലനിർത്തുവാനും സഹായിക്കുന്നു. രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിച്ചാൽ അത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് വേഗത്തിൽ ദഹിപ്പിച്ച് ശരീരഭാരവും വയറും കുറയ്ക്കാൻ സഹായിക്കുന്നതായി ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ഇത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. അതിനാൽ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുവാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ശരീരഭാരം കുറയ്ക്കാൻ ഗ്രീൻ ടീ തയ്യാറാക്കുമ്പോൾ രാവിലെ തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിൽ കറുവപ്പട്ട എന്നിവ ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. വേഗത്തിൽ ഫലം ലഭിക്കാൻ ഇതൊക്കെ നിങ്ങളെ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാൻ മുതൽ പനിക്ക് ആശ്വാസം കിട്ടാൻ വരെ ഗ്രീൻ ടീ കുടിക്കുന്നവരുണ്ട്. ധാരാളം പോഷക ഗുണങ്ങൾ ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്നു. ഗ്രീൻ ടീയിലെ പോളിഫിനോളിക് കോമ്പൗണ്ട് ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമാണ്. ഇത് ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. മുഖക്കുരുവിൽ നിന്നൊക്കെ ആശ്വാസം കിട്ടാൻ ഗ്രീൻ ടീ ശീലമാക്കാവുന്നതാണ്. ചർമ്മത്തിലെ അധികമുള്ള എണ്ണമയം കുറയ്ക്കാൻ ഗ്രീൻ ടീ സഹായിക്കും. ശരീരത്തിലെ ആൻഡ്രോജനുകളുടെ പ്രവർത്തനം കുറയ്ക്കുന്നതിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും പ്രായമാകുന്നതിൻ്റെ വേഗം കുറയ്ക്കുന്നതിനും ഗ്രീൻ ടീ സഹായിക്കും. ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുവാനും ഗ്രീൻ ടീ ഉത്തമമാണ്. ഗ്രീൻ ടീയിലെ കഫീൻ വിശപ്പ് കുറയ്ക്കുവാനും തെർമോജെനിസിസ് എന്ന പ്രക്രിയയിലൂടെ കലോറി എരിയുന്നത് വേഗത്തിലാക്കുവാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഗ്രീൻ ടീയിൽ കഫീൻ കുറവായതിനാൽ ഇത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയില്ല. ചില ആളുകൾക്ക് ഗ്രീൻ ടീ നന്നായി ഉറങ്ങാൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. ഗ്രീൻ ടീയിൽ തിയാനൈൻ, അമിനോ ആസിഡ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു. ദിവസവും 3-4 കപ്പ് ഗ്രീൻ ടീ കുടിക്കുന്നത് ക്ഷീണവും സമ്മർദ്ദവും കുറയ്ക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു. ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ, അതായത് കരൾ. ശരീരത്തിലെ വിഷാംശം വലിച്ചെടുത്ത് രക്തം ശുദ്ധമാക്കുക, ശരീരത്തിലെ അണുബാധകളെ ചെറുക്കുക എന്നിവയാണ് കരളിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. കരളിൻ്റെ പ്രവർത്തനം താളം തെറ്റിയാൽ ബാധിക്കുന്നത് ശരീരത്തെ മുഴുവനുമാണ്. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് വൈകിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗിക്ക് ചികിത്സയും വൈകും. ഈ ഗ്രീൻ ടീ ദിവസവും കുടിച്ചാൽ ഫാറ്റി ലിവർ രോഗം പിടിപെടാനുള്ള സാധ്യത 75% കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ വിഷാംശം ഇല്ലാതാക്കൽ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ കരളിൻ്റെ ആരോഗ്യത്തിന് പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഉൾപ്പെടുത്തേണ്ടതാണ്.
ദിവസത്തിൽ ഒരു ചായയെങ്കിലും കുടിക്കാത്തവർ വളരെ കുറവായിരിക്കും. രാവിലെ എണീറ്റ ഉടനെ തന്നെ ചായ എല്ലാവർക്കും നിർബന്ധമാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അത് നിർബന്ധമാണ്. നമ്മുടെ ദിനചര്യയുടെ ഭാഗമാണ് ചായ എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടും തന്നെ ഇല്ല. എന്നാൽ അമിതമായ അളവിൽ ചായ കുടിക്കുന്നത് അനാരോഗ്യകരമായ ഒരു ശീലം തന്നെയാണെന്നാണ് ഭൂരിപക്ഷം പഠനങ്ങളും പറയുന്നത്. ഇവിടെയാണ് ഗ്രീൻ ടീയുടെ കടന്നുവരവ്. രാവിലെ എണീറ്റ ഉടനെ കുടിക്കുന്ന ആ ഒരു ചായക്ക് പകരം ഈ ഗ്രീൻ ടീ കുടിച്ചാൽ വളരെ നല്ലതാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരെല്ലാം തന്നെ ഗ്രീൻ ടീയിലേക്ക് മാറുകയും ചെയ്തു. ഉന്മേഷം പ്രദാനം ചെയ്യും എന്ന കാര്യത്തിൽ ഏറെ മുന്നിലായ ഗ്രീൻ ടീ പലതരത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇലകൾ ഉപയോഗിച്ചും ടീ ബാഗ് കൊണ്ടും തുടങ്ങി നിരവധി രീതിയിൽ ഈ ഗ്രീൻ ടീ തയ്യാറാക്കാവുന്നതാണ്. എന്നാൽ ശരിയായ രീതിയിൽ തയ്യാറാക്കി കുടിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡന്റ് ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിനും ദഹനപ്രക്രിയ എളുപ്പത്തിലാക്കുന്നതിനും മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും പ്രമേഹത്തെ നിയന്ത്രിക്കുവാനും ഒക്കെ ഗ്രീൻ ടീ സഹായിക്കും. വെറും വയറ്റിൽ ചായക്ക് പകരം ഗ്രീൻ ടീ കുടിക്കുന്നവരുണ്ട് പലരും. എന്നാൽ അത് നമുക്ക് ആസിഡിറ്റി ഉണ്ടാക്കും. ഭൂരിപക്ഷം പേരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ചായയുടെ ആയിരിക്കും. ആ ചായക്ക് പകരമായി ഗ്രീൻ ടീ കുടിക്കുന്നത് ആരോഗ്യകരമാണെന്ന ചിന്തയാണ് ഒട്ടുമിക്ക ആളുകൾക്കും. എന്നാൽ അത് നമുക്ക് ആസിഡിറ്റി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ടാനിസ് വയറിൽ അസിഡിറ്റി സൃഷ്ടിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി എല്ലായ്പ്പോഴും എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചതിന് ശേഷം മാത്രം ഗ്രീൻ ടീ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി ശക്തമാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിവിധ സൂക്ഷ്മാണുക്കളെയും അണുബാധകളെയും രോഗങ്ങളെയും എളുപ്പത്തിൽ ചെറുക്കാൻ കഴിയും. ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഗ്രീൻ ടീയിലെ തിയാനിനും മറ്റ് അവശ്യ അമിനോ ആസിഡുകളും പ്രകൃതിദത്തമായ ആൻറ്റി ഡിപ്രസൻ്റായി പ്രവർത്തിക്കുകയും സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഗ്രീൻ ടീയിലെ ടാനിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് LDL കൊളസ്ട്രോൾ കുറയ്ക്കുകയും അതിറോസ്ക്ലീറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ധമനികളുടെ ഭിത്തികളിൽ പ്ലേക്കും കൊഴുപ്പും അടിഞ്ഞുകൂടുന്നതിനാൽ ധമനികളുടെ കാഠിന്യത്തിനും സങ്കോചത്തിനും കാരണമാകുന്ന ഒരു അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ഇത് ഹൃദയാഘാതം, പക്ഷാഘാതം, കൊറോണറി ആർട്ടറി ഡിസീസ് തുടങ്ങിയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകുന്നു. രുചിയിലും സാധാ ചായകളിൽ നിന്നും വ്യത്യസ്തമാണ് ഗ്രീൻ ടീ. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ തനത് തേയില രുചിയിൽ എത്തുന്ന ഗ്രീൻ ടീ ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ആൻറ്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ഇത് കോശങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാനും ഇത് സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഞരമ്പുകളുടെ ആരോഗ്യം നിലനിർത്തുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും ഗ്രീൻ ടീ നല്ലതാണ്.